അപ്പോൾ സാറ് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഒരാളെ കരക്ക് എടുത്ത് കിടത്തി, അതിനു മുമ്പേ നേരത്തെ പറഞ്ഞ പോലെ പുറത്ത് തട്ടി വെള്ളം കളയാ, പിന്നെ നല്ല സുരക്ഷിതമായ ഒരു സ്ഥലത്ത് അയാളെ കൊണ്ടു കിടത്തി. സുരക്ഷിതമായ സ്ഥലത്ത് കിടത്തുന്ന വെച്ചാൽ അയാൾക്ക് നമ്മൾ കിടത്തിയതിനു ശേഷം നമ്മൾ ചെയ്യാൻ പോകുന്ന CPR കൊണ്ട് മറ്റ് അപകടങ്ങളൊന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്താൻ വേണ്ട. ചിലപ്പോൾ ഇതുപോലെ നമ്മ ചുറ്റുപാട് ഇതുപോലെ ചിറക്കാണെങ്കിൽ അവിടെ അടിയിൽ കല്ല് തറക്കാത്ത സ്ഥലത്ത് കിടത്തണം എന്നർത്ഥം. കിടത്തിയതിനു ശേഷം അയാളൊന്ന് ജസ്റ്റ് ചെരിച്ച് കിടത്തി വെക്കുക. ജസ്റ്റ് ഒന്ന് ചെരിച്ച് വെക്കുക. അയാളെ അഥവാ വായിലോ മറ്റോ ചെളിയോ മറ്റോ എന്തെങ്കിലും പുറത്തു പോകാൻ സാധ്യതയുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമുക്ക് ആദ്യം അയാളുടെ എയർവേ, അതായത് നമുക്കറിയാം ശ്വാസകോശത്തിലേക്ക് പോകുന്ന നാളെ ഫ്രീ ആവണം. കാരണം നമ്മൾ കൃത്രിമ ശ്വാസം കൊടുക്കാൻ വേണ്ടി പോകും. അതുകൊണ്ട് ആ എയർവേ ഫ്രീ ആണോ നോക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്നോ രണ്ടോ തവണ അയാളെ വായിലേക്ക് ഒന്ന് ഊതി നോക്കണം എന്നാ പറയുന്നത്. ഊതി നോക്കുമ്പോൾ അയാളുടെ മൂക്ക് അടച്ചു പിടിക്കുക, അതുപോലെ താടി ജസ്റ്റ് ഒന്ന് ഉയർത്തി വെക്കുക, ആ ചിന്നൊന്നിങ്ങനെ ഉയർത്തി വെക്കുക. അപ്പോൾ ഈ ട്രാക്ക് ഫ്രീ ആയി, ഈ നാളം ഫ്രീ ആയി. ഇല്ലെങ്കിൽ അത് ചിലപ്പോൾ അവിടെ ഇവിടെയും ബെൻഡ് ചെയ്തിട്ടുണ്ടാവും. അത് ഒഴിവാക്കാൻ വേണ്ടി ട്രാക്ക് ഫ്രീ ആയി ഒന്നോ രണ്ടോ തവണ ജസ്റ്റ് ഒന്ന് ഊതി നോക്കുക. അടുത്ത നമുക്ക് അയാൾക്ക് പൾസ് ഇല്ല എന്ന് ഉറപ്പാക്കിയതിനു ശേഷം നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്ന പ്രക്രിയയാണ് കാർഡിയോ പൾമിനറി റെസിസിറ്റേഷൻ. കാർഡിയോ എന്ന് പറഞ്ഞാൽ ഹൃദയമാണ്, പൾമിനറി എന്ന് പറഞ്ഞാൽ ലങ്സ് ആണ്, റെസിസിറ്റേഷൻ എന്ന് പറഞ്ഞാൽ റിട്രൈവ് ചെയ്യുക, തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ്. അത് ചെയ്യാൻ വേണ്ടി പോകുന്നത്. കാരണം ഒരു നിശ്ചിത സമയത്തേക്ക് ഇങ്ങനെ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഹാർട്ട് ഇങ്ങനെ സ്റ്റക്ക് ആയിട്ടാണ്, എന്തോ കാരണം കൊണ്ട് സ്റ്റക്കായി പോയി. അതിന്റെ മുകളിൽ ഒരു ബാഹ്യ സമ്മർദ്ദം നമ്മൾ പുറത്തുനിന്ന് ഇങ്ങനെ കൊടുത്തിട്ട് ഒന്നിങ്ങനെ അനക്കാൻ വേണ്ടി കഴിയുമോ എന്നുള്ളതാണ് CPR കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ അയാളുടെ ഹൃദയത്തിന്റെ പൊസിഷൻ കാണണം. ആദ്യം ഹൃദയത്തിന്റെ പൊസിഷൻ നമ്മൾ പലപ്പോഴും നമ്മുടെ ഇടതുഭാഗത്താന്നൊക്കെ പറയാറുണ്ട്. അത് യഥാർത്ഥത്തിൽ നമ്മൾ ഈ ചെസ്റ്റിന്റെ മധ്യഭാഗത്ത് തന്നെയാണ്. പക്ഷെ ഒരു ജസ്റ്റ് ലെഫ്റ്റ് സ്ലാൻഡിങ്, ഒരു ചെറിയ ചെരിവ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ ഇടതുഭാഗത്ത് എന്ന് പറയും. അതിന് നമ്മൾ എടുക്കുന്നത് നമ്മളെ അയാളുടെ മൂക്കിന്റെ അവിടുന്ന് താഴേക്ക് ഒരു ഇമാജിനറി ലൈൻ വരക്കും. ഒരു കൈകൊണ്ടിങ്ങനെ ഒരു വര വരക്കും. പിന്നെ നിപ്പിൾ ടു നിപ്പിൾ ഒരു ഇമാജിനറി ലൈൻ വരക്കും. ആ പ്ലസ് പോയിന്റ് ആണ് ഹൃദയത്തിന്റെ പൊസിഷൻ എന്ന് പറയുന്നത്. ആ പ്ലസിന്റെ, അതായത് രണ്ടും തമ്മിൽ യോജിക്കുന്ന ആ ഭാഗത്താണ് ഹൃദയം ഉള്ളത്. അപ്പൊ ആ ഭാഗം നമ്മളൊന്ന് അമർത്താൻ വേണ്ടി പോകുന്നു. ആ അമർത്തുന്നതിനും നല്ല നമ്മൾ ചിലപ്പോൾ നമ്മൾ അമർത്തുമ്പോൾ നമ്മളെ ഏറ്റവും അടുത്ത ബന്ധുവായിരിക്കും. അവർക്ക് വേദനിക്കുമോ എന്നുള്ള പേടി നമുക്ക് ഇല്ല. അങ്ങനെ അതായത് നമുക്കൊരു ജീവൻ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ്. എത്ര ആഴത്തിൽ അമർത്തിയാലും പ്രശ്നമില്ല, നമുക്ക് ആ ജീവൻ തിരിച്ചുകൊണ്ട്, അയാൾ വേദനിക്കോ നമുക്കൊന്ന് ആലോചിക്കുകയേ വേണ്ട, ആ ജീവൻ തിരിച്ചുകൊണ്ടല്ല. അത് ചെയ്യാൻ വേണ്ടി നമ്മൾ അയാളുടെ അടുത്ത് ഇതുപോലെ മുട്ടുകുത്തിയിരുന്നു. നമ്മളെ ഈ ഹീൽ ഓഫ് ദ പാം എന്ന് പറയുന്നത്, അതായത് നമ്മുടെ കൈയിന്റെ ഈ താഴെ ഭാഗം ഈ ഹൃദയത്തിന്റെ ഭാഗത്ത് വരുന്ന രീതിയിൽ നമ്മൾ അമർത്തി വെച്ചു, അവിടെ ചേർത്ത് വെച്ചു. രണ്ടാമത്തെ കൈ കൊണ്ട് ലോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം ഇത് നമ്മൾ ഏതാണ്, ചിലപ്പോൾ ചില ആൾക്ക് ഇടത്തെ കൈയായിരിക്കും നല്ല ബലമുള്ളത്, ചില ആൾക്ക് വലത്തെ കൈയായിരിക്കും. ആ കൈ ഏതാണ് ഉറച്ച കൈ, ആ കൈ മുൻഭാഗത്തും രണ്ടാമത്തെ കൈ കൊണ്ട് വിരലുകൾ കോർത്ത് വെച്ച് നല്ല ബലത്തിൽ ശരീരം മുഴുവൻ ആ കൈയിലേക്ക് വരുന്ന, ശരീരത്തിന്റെ ഭാരം മുഴുവൻ കൈയിലേക്ക് വരുന്ന രീതിയിൽ സ്ട്രെച്ച് ചെയ്ത് വെച്ചു. ഈ ഹീൽ ഓഫ് ദ പാം ഹൃദയത്തിന്റെ പൊസിഷനിൽ വെച്ചു. അടുത്ത് നമ്മള് ശക്തിയായി അമർത്താൻ വേണ്ടി പോകുന്നത്, നമുക്കറിയാം നമ്മുടെ റിബ്സിന്റെ ഒരു പ്രത്യേകത പറഞ്ഞാല് നല്ല ആഴത്ത് പോവും. അതേപോലെ തന്നെ തിരിച്ചു വരുന്ന ഒരു പൊസിഷനാണ് നമ്മുടെ ഹൃദയത്തിന്റെ റിബ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് ശക്തിയായി അമർത്തുവന്ന് ഉള്ളിലുള്ള ആ ഹൃദയത്തിന്റെ പൊസിഷനിലേക്ക് ഒന്ന് അനക്കാൻ വേണ്ടി പോകുന്നു. അതും 30 തവണ, ഒരു സെക്കൻഡിൽ 2 തവണ വരുന്ന രീതിയിൽ ഒരു 5 സെന്റിമീറ്റർ ആഴത്തിൽ, 5 മുതൽ 6 സെന്റിമീറ്റർ ആഴത്തിൽ അമരുന്ന രീതിയിലേക്ക് മുതിർന്ന ഒരു പൗരൻ നമ്മൾ ചെയ്യുന്നത് 5 മുതൽ 6 സെന്റിമീറ്റർ ആഴത്തിൽ അമരുന്ന രീതിയിൽ നമ്മൾ അമർത്താൻ വേണ്ടി പോകുന്നത്. അതും ഒരു കൗണ്ടിങ് മെത്തേഡാണ്. ഒരു സെക്കൻഡിൽ 2 തവണ. അപ്പോൾ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് 1 1 2 3 4 5 6 7 8 9 10 1 2 3 4 5 6 7 8 9 20 1 2 3 4 5 6 7 8 9 30 30 തവണ. ഇത് ഇന്റർനാഷണലി ആക്സെപ്റ്റഡ് കൗണ്ടിങ് മെത്തേഡ് ആണ്, കൗണ്ടിങ് നമ്പർ ആണ്. 30 തവണ ആ ചെസ്റ്റിന് നമ്മൾ ടച്ച് ചെയ്തു. അടുത്തത് നമുക്ക് എന്ത് വേണം, ഹൃദയത്തെ നമുക്കൊന്ന് അനക്കാൻ വേണ്ടി പറ്റി. അതോടൊപ്പം തന്നെ ശ്വാസകോശം കൂടെ ഒന്ന് അനക്കണം. ആ ശ്വാസകോശം അനക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ ശ്വാസം ഇയാൾക്ക് കൊടുക്കാൻ വേണ്ടി പോകുന്നു. നമ്മൾ നേരത്തെ അയാളുടെ എയർവേ ഫ്രീ ആക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ നോർമൽ ഒരു നല്ലൊരു ശ്വാസം നമ്മൾ എടുത്തു, ശക്തിയായി എടുത്തു. അത് അയാളുടെ വായിലൂടെ ശ്വാസകോശത്തിൽ എത്തിക്കണം. എന്നാലേ ആ ചുരുങ്ങിയിരിക്കുന്ന ശ്വാസകോശം ഒന്ന് അനങ്ങൂലു. നമ്മൾ നോർമൽ ശ്വാസം എടുത്തു. അയാളുടെ നേരത്തെ പറഞ്ഞ പോലെ ആ ട്രാക്ക് ഫ്രീ ആക്കാൻ വേണ്ടി താടി ഭാഗം മെല്ലെ ഉയർത്തി, മൂക്ക് രണ്ടും അടച്ചു പിടിച്ചു. ഇല്ലേ നമ്മൾ ഊതുന്നത് മൂക്ക് വഴി വരും.
അതിനുശേഷം അയാളുടെ വായിലേക്ക് ഒരു നമ്മൾ ശ്വാസം കൊടുക്കുന്നത്. അപ്പൊ നമുക്കിപ്പോ ഒരു സംശയം വരും, നമ്മള് ഏതോ അപരിചിതൻ ഒരാളെ നമ്മൾ കിട്ടിയ ഇങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റുമോ, മൗത്ത് ടു മൗത്ത് കൊടുക്കാൻ വേണ്ടി പറ്റുമോ, അല്ലെ? അങ്ങനെ സംശയം. ചിലപ്പോ നമ്മുടെ കയ്യിൽ ഒരു തുണി ഉണ്ട്, ആ തുണി അയാളുടെ വായില് അടച്ചു വെച്ചുകൊണ്ട് നമുക്ക് ശക്തിയായി ഊതാം. ഒരു ടവല് വായിൽ അടച്ചു വെച്ചുകൊണ്ട് ശക്തിയായി. ഇനി അതുമില്ല, നമ്മുടെ കയ്യിൽ ഒരു ന്യൂസ് പേപ്പർ ഉണ്ട്, ഒരു നല്ല ന്യൂസ് പേപ്പർ ഉണ്ട്, ഒരു ദിവസത്തെ ന്യൂസ് പേപ്പർ, അത്രയ്ക്ക് കട്ടിയിലോ ന്യൂസ് പേപ്പർ ഉണ്ടെങ്കിൽ അതിന് വേഗം ഒരു ഹോളാക്കുക, അയാളുടെ വായില് അത് വെക്കുക, അതിലൂടെ ശക്തിയായി ഊതാം. ഇനി ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ലെങ്കിൽ ഹാർട്ട് ബീറ്റ് ആയി ഹാർട്ടിൽ കൊടുക്കുന്ന കംപ്രഷൻ എങ്കിലും ചെയ്യണം എന്നാ പറയും. നമുക്കിപ്പോ ഒരു അപരിചിതന് ചിലപ്പോൾ അയാളുടെ വായിൽ നിന്ന് നിറയോ പതിയോ വന്നിട്ടുണ്ടാവും. അങ്ങനെയുള്ള ഒരാൾക്ക് നമുക്ക് അത് കൊടുക്കാൻ മടിയായിരിക്കും. ആ അവസ്ഥയിൽ കുറഞ്ഞത് നമ്മള് ചെസ്റ്റ് കംപ്രഷനും കൊടുക്കണം. ഇനി ഇതെപ്പോഴാ ചെയ്യേണ്ടത്? നമ്മളെ വീട്ടിലെ ഏറ്റവും അടുത്ത ഒരാൾ, നമ്മളെ വീട്ടിലാണ് ഇത് സംഭവിക്കുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് പരിചയമില്ല ഒരാളാണ്, അയാൾക്ക് മറ്റ് അസുഖങ്ങളൊന്നുമില്ല എന്ന് നമുക്ക് ഉറപ്പില്ല ഒരാളാണെങ്കിൽ നിർബന്ധമായിട്ട് നാം ഈ മൗത്ത് ടു മൗത്ത് എയർവേയും കൂടെ കൊടുക്കണം. അപ്പൊ 30 തവണ അതും 2 തവണ എയറും കൊടുക്കുന്നതിലൂടെയാണ് ഒരു സൈക്കിളും. ഇത് നമ്മൾ ഏതുവരെ തുടരണം? ഒന്ന് നമ്മൾ ഒരു ഡോക്ടർ സാന്നിധ്യം എത്തുന്നത് വരെ, അല്ലെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അയാൾക്കൊരു അനക്കം വന്നു, ദാറ്റ് മീൻസ് ഹി റിട്രൈവ്സ്, അയാളെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു എന്നാണ്. അതായത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അയാളൊന്ന് ചുമക്കാൻ വേണ്ടി നോക്കി, അയാളൊന്ന് അനങ്ങി, അതിന്റെ അർത്ഥം അയാൾക്ക് ജീവൻ തിരിച്ചു കിട്ടിയിട്ടുണ്ട്, അവിടെ നിർത്തണം. അല്ലെങ്കിൽ നമ്മൾ ആശുപത്രിയുടെ ഒരു ഡോക്ടറുടെ സാന്നിധ്യം, ഒരു മെഡിക്കൽ അസിസ്റ്റൻസ് എത്തുന്നത് വരെ ആ പ്രോസസ്സ് ചെയ്തുകൊണ്ടേയിരിക്കണം. അങ്ങനെ പറയുമ്പോൾ ഈ ഒരാൾക്ക് മാത്രം ഇത് ചെയ്യാൻ വേണ്ടി പറ്റില്ല. നമ്മൾ 30 തവണ കൊടുക്കുമ്പോൾ തന്നെ ചിലപ്പോൾ നമ്മൾ ക്ഷീണിച്ചു പോകും. അപ്പൊ ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും, ഏത് അപരിചിതമായ സ്ഥലത്താണെ പോലും, ഇനി വീട്ടിലാണെപ്പോഴും ഒരാളെ എപ്പോഴും കൂടെ നിർത്തിയിരിക്കണം. എനിക്കിത് ചെയ്യാൻ അറിയാം, അപ്പൊ ഞാൻ ഒരാളെ വിളിക്കുന്നുണ്ടെങ്കിൽ പറയണം, ഇതാ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്, ഞാൻ ക്ഷീണിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ശേഷം ഇത് തുടർന്നുകൊണ്ടേ പോകണം. കാരണം ഒരു ജീവിതം തിരിച്ചു കിട്ടുന്നത് വരെ, ആ ജീവൻ തിരിച്ചു കിട്ടുന്നവരെ ആ പ്രോസസ്സ് തുടർന്നുകൊണ്ടേയിരിക്കണം.